നമ്മളെന്ത് പടം കാണാനാണ് പോണ? ഇസബെല്ല അല്ല, ബറോസ്. മോഹൻലാൽ ലാലേട്ടന്റെ ബറോസ്. ഇസബെല്ല എന്ന് പറഞ്ഞ പാട്ടുള്ളത് അല്ലേ? നമ്മളപ്പോ അത് കുഞ്ഞൂസും കൊണ്ട് കൂടെ നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഡി സിനിമാസിൽ നമുക്ക് കണ്ടിട്ട് അഭിപ്രായം പറയണോട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു പറയണം. ഉറങ്ങിപ്പോവോ? ഉറങ്ങോ? നമുക്ക് നോക്കാം എന്താണ് പടമൊന്നും കേട്ടാ. നല്ല പടമാണെന്ന് നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കാം. ഓക്കെ ഓക്കെ. അങ്ങനെ രാത്രി ഒരു 1:15 ഡി സിനിമാസിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. 10 മണിക്കലത്തെ ടിക്കറ്റാണ് എടുത്തിരുന്നത്. 10 മണിക്ക് എടുത്തു. അപ്പോൾ ഈ നേരം ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓൾറെഡി ഉണ്ട്. അപ്പൂസ് ഉറക്കത്തിലാണ്. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞപ്പോൾ അപ്പൂസ് ഉറങ്ങി. അത്യാവശ്യം എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ വെച്ച് അത്യാവശ്യം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പടത്തെക്കുറിച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പടമൊന്നുമല്ല ബറോസ്. ജസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം, അത്രേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു പടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ തുടക്കം ഒരു ഇൻ്റർവ്യൂവിൽ വരെയും കുറേ ലാഗ് അടിച്ചായിരുന്നു. കുറച്ച് ലാഗൊക്കെ തോന്നി. എവിടെയൊക്കെ ഒരു കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് തോന്നിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി എനിക്ക് രസമായിട്ട് തോന്നി. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് 3D സിനിമകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 3Dയുടെ ഒരു എഫക്റ്റ്, അത് കറക്റ്റ് ഒറിജിനൽ 3D തന്നെ എടുത്തൊരു പടമായതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. ആ രീതികൾ, അതിൻ്റെ മേക്കിംഗ്, വിഷ്വൽസ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ബാക്കി ഒരു കഥ പറച്ചിലിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ അത്ര കണക്റ്റ് ആയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചെറുപ്പക്കാർക്കോ പ്രായത്തിലുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിനേലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു മലൈക്കോട്ട വാലിബൻ. വിഷ്വൽസ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഇതിനേലും എനിക്ക് കുറച്ചും കൂടി ഗംഭീരമായിട്ട് മലൈക്കോട്ട വാലിബൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതായിട്ട് ഇത് കമ്പയർ ചെയ്യുന്നതല്ല. പക്ഷേ ഇതൊരു ഫാൻറ്റസി, അതും ഒരു ഫാൻറ്റസിയിലൊക്കെ ഒരു രീതിയാണ്. ഇതും ഒരു ഫാൻറ്റസി ആയിട്ടുള്ളൊരു മോഡൽ ആണ്. ഇത് 3D ആണെന്നുള്ളതാണ്. 3Dയിൽ ഇത് ഭംഗിയായിട്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ച് കാണുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഭംഗിയായിട്ട് ഇത് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വലിയ സംഭവമൊന്നും വിചാരിച്ചിട്ട് ആരും തിയേറ്ററിൽ പോയിട്ടും കാര്യമില്ല. പിന്നെ ഈ മറ്റേ നമ്മൾ യൂട്യൂബർമാരുടെ റിവ്യൂ അത് കേട്ടുകൊണ്ടും നിങ്ങൾ സിനിമക്ക് പോകണം. നിങ്ങൾ മക്കളായിട്ട് ഒന്ന് എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, മക്കൾക്ക് ഇഷ്ടപ്പെടും. ഒരു ആനിമേഷൻ കഥാപാത്രമൊക്കെ അതിനകത്ത് രസകരമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാനായിട്ടില്ല. ഒരു 5 വയസ്സെന്നുള്ളൊരു കണക്കൂട്ടിക്ക് 5 വയസ്സിനിടയിലുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പടം ഇഷ്ടപ്പെടാം. അതാണ് ബറോസിനെ കുറിച്ചൊരു ചുരുങ്ങിയ വാക്കിൽ പറയാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ അല്ല എങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് നല്ല ഒരു കുട്ടികളായിട്ട് ഒന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാം എന്ന് മാത്രമുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ ബറോസ്. ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നു, ലാലേട്ടൻ ഫാനാണെന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ പടം കാണുന്നു, അത്രയേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി കുട്ടികളുണ്ട്, നമ്മൾ ഒരുവിധ എല്ലാ പടങ്ങളും കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പടത്തിനും പോയത്. അപ്പോൾ അത്ര ഉള്ളൂ ഈ ബറോസിനെ കുറിച്ച് പറയാൻ. ഗംഭീരമായിട്ടുള്ളൊരു പടമൊന്നും ആയിട്ട് പറയാനായിട്ട് എനിക്കും തോന്നുന്നില്ല. അങ്ങനെ ഒരു പടവുമല്ല.